Shaddai Ministry Jesus is Alive Global Worship Center, Dallas, Texas presents Prophetic and Deliverance Breakthrough Night. Ministered by Pastor Tinu George. Worship led by Danny Tack. On July 26th to 27th from 6 p.m. to 9 p.m. at 2115 N Denton DR, Carlton, Texas 75006. For more details, call 2144-363-778. Far beyond what hearts imagine, ears have heard or eyes have seen. Thy Ministry Jesus is Alive Global Worship Center USA presents Prophetic and Deliverance Breakthrough Night. Oh, what a mystery. The cross has ransomed me. Ministered by Pastor Tinu George. Worship led by Emmanuel Kevin on August 15th to 16th from 6 p.m. to 9 p.m. at 5806 Springfield Boulevard, Oakland Gardens, New York 11364. I'm covered by the blood of Jesus. For more details, call +1 516 737 3679 or 5877 273. Is washed away. My debt is paid. I'm covered by the blood. പൈശാചിക മേഖലയ്ക്ക് ശത്രുതയുള്ളത് ദൈവിക സംവിധാനങ്ങളോടാണ്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടുമാണ്. ഈ ദുഷ്ടാത്മ സേനയ്ക്ക്, ഈ പൈശാചികമായ വാഴ്ചകൾക്ക്, പൈശാചികമായ അധികാരങ്ങൾക്ക് എപ്പോഴും അസ്വസ്ഥത ഉണ്ടാക്കുന്നത് ദൈവിക സംവിധാനങ്ങളാണ്. ഈ ഭൂമിയിൽ ദൈവത്താൽ സ്ഥാപിതമായ, ദൈവകരത്താൽ സ്ഥാപിതമായ, ദൈവം എന്റേത് എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളുണ്ട്. അതിലൊന്ന് വിശുദ്ധ തിരുവെഴുത്തുകളിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ നാം കാണുന്നതായ വിശുദ്ധ വിവാഹം അഥവാ കുടുംബം എന്ന സംവിധാനമാണ്. ഈ ഭൂമിയിൽ ആദ്യത്തെ കുടുംബത്തെ എഴുന്നേൽപ്പിച്ചത്, ആദ്യത്തെ വിവാഹം നടത്തിയത്, ആദ്യത്തെ കല്യാണം നടത്തിയത് അച്ഛനല്ല, തിരുമേനിയല്ല, പാസ്റ്ററല്ല, ബ്രദറല്ല. ഈ ഭൂമിയിലെ ആദ്യത്തെ വിവാഹം നടത്തിയ കാർമികൻ സർവശക്തനായ ദൈവമാണ്. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല, നന്നല്ല എന്ന് ദൈവം കണ്ടു. ദൈവം സൃഷ്ടിച്ചതെല്ലാം നല്ലതായിരുന്നു. ദൈവം തിന്മയായതൊന്നും ഈ ഭൂമിയിൽ സൃഷ്ടിച്ചില്ല. ദൈവം ഒരു കാര്യവും ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ളത് ഈ ഭൂമിയിൽ ഉണ്ടാക്കിയില്ല. അല്ലെങ്കിൽ എന്താ പറയുന്നേ, മ്ലേച്ഛമായതോ തിന്മയായതോ ഉപയോഗശൂന്യമായതോ വേണ്ടാത്തതോ ആയ യാതൊരു കാര്യങ്ങളും ദൈവം ഈ ഭൂമിയിൽ സൃഷ്ടിച്ചില്ല. അവൻ സൃഷ്ടിച്ചതും ചമച്ചതും വിളിച്ചു വരുത്തിയതുമെല്ലാം ഏറ്റവും നല്ലതായിരുന്നു, നന്മയായിരുന്നു, ശ്രേഷ്ഠമായിരുന്നു. എന്നാൽ എല്ലാം നല്ലതെന്ന് കണ്ട ദൈവം ഒരു കാര്യം മാത്രം നന്നായി നല്ലതെന്ന് കണ്ടില്ല. അത് മനുഷ്യൻ ഏകനായിരിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ ആദം ഒറ്റയ്ക്കിരിക്കുന്നത്, ഏകനായിരിക്കുന്നത് നല്ലതല്ല എന്ന് ദൈവം മനസ്സിലാക്കി. അതുകൊണ്ട് ദൈവം തൻ്റെ ഹൃദയത്തിൽ തന്നെ തീരുമാനിക്കുകയാണ്, ഞാൻ അവന് തക്കതായ ഒരു തുണയെ ഉണ്ടാക്കി കൊടുക്കും. അവനൊരു ഗാഢനിദ്ര വരുത്തി അവന്റെ വാരിയലിൽ നിന്നൊന്നെടുത്ത് ദൈവം അവന്റെ ഭാര്യയെ, അവന്റെ മണവാട്ടിയെ തൻ്റെ കരങ്ങളാൽ സൃഷ്ടിച്ചു. രണ്ടുപേരിലും ജീവശ്വാസമൂതി അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. മനുഷ്യനെ തൻ്റെ ഭാര്യയോട് കൂട്ടിച്ചേർത്തു. യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്ന് വിളിച്ചു പറഞ്ഞു പരീശന്മാരോട്,
ഏതു കാരണം ചൊല്ലി ഭാര്യയെ ഉപേക്ഷിക്കുന്നത് വിഹിതമോ എന്ന് ചോദിച്ചപ്പോൾ ആദിയിൽ അവൻ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യർ വേർപിരിക്കരുത്. ഇനി മേലാൽ അവർ രണ്ടും രണ്ടല്ല ഒന്നത്രേ എന്ന് ബൈബിൾ വ്യക്തമാക്കി. ഞാൻ ചോദിക്കട്ടെ, ഈ കുടുംബം എന്ന സംവിധാനത്തെ ഉണ്ടാക്കിയത്, കുടുംബം എന്ന ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യമുള്ള വാല്യുള്ള ഏറ്റവും മനോഹരമായ ഈ കാര്യത്തെ ഭൂമിയിൽ ചമച്ചത്, പണിതുയർത്തിയത് ദൈവത്തിന്റെ കരമല്ലേ? ആണോ? എന്റെ ചോദ്യം, ഇന്ന് പൈശാചിക ലോകം ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്നത്, മാധ്യമങ്ങളിലൂടെ നോക്കുമ്പോൾ, വാർത്തകളിലൂടെ നോക്കുമ്പോൾ, പത്രവാർത്തകളിൽ, ചാനലുകളിൽ, സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ നാം കാണുമ്പോൾ ഏറ്റവും കൂടുതൽ പൈശാചിക മേഖല ആക്രമിക്കുന്നത്, തകർക്കുന്നത്, തകർക്കാൻ ശ്രമിക്കുന്നത്, ഐക്യത നഷ്ടപ്പെടുത്തുന്നത്, സ്നേഹമില്ലാതാക്കുന്നത്, ബന്ധങ്ങളെ ശിഥിലമാക്കുന്നത് കുടുംബം എന്ന വ്യവസ്ഥയോടല്ലേ? എന്താണ് അതിന്റെ കാരണമെന്നറിയാമോ? കുടുംബം ദൈവത്തിന്റെ സ്വപ്നമാണ്. കുടുംബം ദൈവത്തിന്റെ സംവിധാനമാണ്. അവൻ സകല കുടുംബങ്ങൾക്കും പേർ വരുവാൻ കാരണമായ ദൈവമാണ്. രണ്ടാമതായി, ദൈവത്താൽ സ്ഥാപിതമായ, ദൈവം എന്റേത് എന്ന് പറഞ്ഞ മറ്റൊരു സംവിധാനമാണ് ദൈവത്തിന്റെ സഭ. ഫിലിപ്പിന്റെ കൈസരുടെ പ്രദേശത്ത് യേശു നിൽക്കുമ്പോൾ ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് ചോദിക്കുമ്പോൾ ചിലർ ഏലിയാവെന്നും, ചിലർ സ്നാപക യോഹന്നാനെന്നും, ചിലർ ഇരമ്യാവെന്നും വിളംബരം ചെയ്യുമ്പോൾ, വിളിച്ചു പറയുമ്പോൾ യേശു കർത്താവ് പത്രോസിനെ നോക്കി ചോദിച്ചു, ശിഷ്യന്മാരെ നോക്കി ചോദിച്ചു, നിങ്ങളോ ഞാൻ ആരെന്ന് പറയുന്നു? യേശുവിനെ നോക്കി പത്രോസ് പറയുകയാണ്, അല്ലെങ്കിൽ കർത്താവിനെ നോക്കി കൂട്ടത്തിൽ നിന്ന് പത്രോസ് ഇറങ്ങി വന്ന് പറയുകയാണ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാകുന്ന ക്രിസ്തുവാകുന്നു. ആ സമയത്ത് ആ ശിഷ്യനെ നോക്കി യേശു പറഞ്ഞു, ബെറയോന ശിമോനെ, നീ അനുഗ്രഹീതനാണ്, നീ ഭാഗ്യവാനാണ്. ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ നിനക്ക് ഇത് വെളിപ്പെടുത്തിയത്. എന്നിട്ട് അവനെ നോക്കി യേശു പറയുകയാണ്, നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു എന്ന് പത്രോസിനോട് പറഞ്ഞ കർത്താവ്, നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും, നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിയപ്പെടുമെന്ന് ഉറപ്പ് നൽകിയ കർത്താവ്, എന്തും തുറക്കുവാനും എന്തും അഴിക്കുവാനുമുള്ള അധികാരത്തിന്റെ താക്കോൽ ആത്മതലത്തിൽ നിന്ന് അഖിലാണ്ടത്തിന്റെ ഉടയവൻ അവന് കൈമാറ്റം ചെയ്യുമ്പോൾ ഒരു കാര്യം മാത്രം കൈമാറ്റം ചെയ്തില്ല, ഒരു കാര്യം മാത്രം പത്രോസിന്റെ കയ്യിൽ കൊടുത്തില്ല, അത് സഭ എന്ന സംവിധാനമാണ്. യേശു പറഞ്ഞു, പത്രോസേ, അത് നിനക്ക് ഒറ്റയ്ക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്നതല്ല. കാരണം പാതാള ഗോപുരങ്ങൾക്ക് എതിർപ്പുള്ള പൈശാചിക ലോകത്തിന്റെ ഏറ്റവും ശക്തമേറിയ എതിർപ്പുകൾ വെളിപ്പെട്ടു നിൽക്കുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ട് നീ കൂടെ നിന്നാൽ മതി, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരം അതിനെ ജയിക്കുകയില്ല. അപ്പോൾ ഈ രണ്ട് സംവിധാനങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കേണ്ടതായ, അതിനെ ചേർത്ത് പിടിക്കേണ്ടതായ ഒരു ദൗത്യം, ഒരു ഉത്തരവാദിത്വം യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട, വേർതിരിക്കപ്പെട്ട, വിളിക്കപ്പെട്ട ദൈവമക്കൾക്കുണ്ട് എന്ന സത്യത്തെ മറന്നുപോകരുത്. ഇമ്പോർട്ടന്റ് ആയി കാണേണ്ടതിനെ ഇമ്പോർട്ടന്റ് ആയി കാണുവാനും, നിസ്സാരമായി കാണേണ്ടതിനെ നിസ്സാരമായി കാണുവാനും, ഉൾക്കൊള്ളേണ്ടതിനെ ഉൾക്കൊള്ളുവാനും, തിരസ്കരിക്കേണ്ടതിനെ തിരസ്കരിക്കുവാനും ഒരു ദൈവവൈതലിന് കഴിഞ്ഞാൽ അവന്റെ ആത്മീക ജീവിതം അവിടെ വിജയിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ അപ്പോസ്തല പ്രവർത്തികളിൽ പരാമർശിച്ചിരിക്കുന്ന ഒരു വാക്കുണ്ട്, യേശു തന്റെ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച ദൈവത്തിന്റെ സഭയും ആട്ടിൻകൂട്ടവും. ഈ ഭൂമിയിൽ ജീവിക്കുന്ന സകല മനുഷ്യർക്കും വഴിയിൽ യാചിക്കുന്ന, ഭിക്ഷാടനം നടത്തുന്ന ഒരു ഭിക്ഷക്കാരന് വരെ അല്പമായ സമ്പാദ്യങ്ങളുണ്ട്. ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളും ഭക്ഷിക്കുന്നത്, വസ്ത്രം ധരിക്കുന്നത്,
കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത്, ജീവിതം നയിക്കുന്നത് നിങ്ങളെ ദൈവം വിവിധ നിലകളിൽ കരുതുന്ന കാരണം കൊണ്ടാണ്. എന്നാൽ ഇവിടെ ഇരുന്നു കൊണ്ട് യേശു കർത്താവേ 33.5 വർഷക്കാലം ഈ ഭൂമിയിൽ വന്ന് ജനിച്ച് ജീവിച്ച് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത അങ്ങയുടെ ജീവിതം 33.5 കൊല്ലം ഈ ഭൂമിയിൽ ത്യാഗം സഹിച്ച് കഷ്ടത അനുഭവിച്ച് അങ്ങ് നേടിയെടുത്തത് ചങ്കിലെ ചോര കൊണ്ട് വിലാപ്പുറത്തുനിന്നൊഴുകിയ രക്തം കൊണ്ട് അങ്ങ് സമ്പാദിച്ചത് എന്ത് എന്ന് ചോദിച്ചാൽ വിശുദ്ധ തിരുവെഴുത്തുകൾ തരുന്ന ഉത്തരം അവന്റെ സഭയാണ്, അവന്റെ ജനമാണ്. ദൈവം പ്രാധാന്യത കൊടുക്കുന്നതിന് ഞാൻ പ്രാധാന്യത കൊടുക്കുന്നു. ദൈവം വിലയേറിയതായി കാണുന്നതിനെ, ഈ വിശുദ്ധ ബൈബിൾ വിലയേറിയതായി പഠിപ്പിക്കുന്നതിനെ ഞാനും വിലയേറിയതായി തന്നെ കാണുന്നു. അതിനെ അങ്ങനെ തന്നെ നിങ്ങൾക്കും കാണാൻ കഴിഞ്ഞാൽ അടിവരയിട്ട് വിളിക്കാം, നീ ഒരു ആത്മീയനാണ് എന്ന്. ഒരു യാഥാർത്ഥ്യം എന്റെ പ്രിയ മക്കളോട് എന്നതുപോലെ ഞാൻ പറയുന്നു. കർത്താവിന് വേണ്ടിയോ കർത്താവിന്റെ സഭയ്ക്ക് വേണ്ടിയോ നിങ്ങളൊരു കുഞ്ഞു വിരലെങ്കിലും അനക്കിയിട്ടുണ്ടെങ്കിൽ സഭയുടെ ഉടമസ്ഥൻ ടിനു ജോർജ് അല്ല. സഭയുടെ ഉടമസ്ഥൻ ഈ ഭൂമിയിൽ കാണുന്ന ഒരു വ്യക്തിത്വമല്ല. സഭയുടെ ഉടമസ്ഥൻ സഭയ്ക്ക് വേണ്ടി ജീവനെ തന്ന് രക്തത്താൽ വീണ്ടെടുത്ത സർവശക്തനായ ദൈവമാണ്. അതുകൊണ്ട് ഈ രണ്ട് പ്രധാനമായ വിഷയങ്ങളിൽ പ്രാർത്ഥന കുറഞ്ഞു പോകരുത്. കാരണം നിങ്ങൾ പ്രാർത്ഥിച്ചാലും ഇല്ലെങ്കിലും ദൈവസഭകൾക്കെതിരെയും കുടുംബങ്ങൾക്കെതിരെയും പൈശാചിക ലോകം 24/7 365 ഡേയ്സ് അവൻ വർക്കിങ്ങിലാണ്. ഒരിമ പോലും അടയാതെ കർത്താവ് നിർത്തിയിരിക്കുന്നത് കൊണ്ടും അവൻ നമ്മളെ നോക്കുന്നത് കൊണ്ടും ഒരു പറ്റം ദൈവജനം ഈ സത്യം മനസ്സിലാക്കി ഇടുവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് കൊണ്ടും ദൈവിക വാഗ്ദത്തങ്ങൾ ഒരു നിക്ഷേപമായി കലവറയിൽ നിലകൊള്ളുന്നത് കൊണ്ടും സ്വർഗം നമ്മളെ നടത്തുകയാണ്. അടുത്തിരിക്കുന്ന ആളോട് കൈ കൊടുത്ത് പറയണം, കൈത്താങ്ങലുകൾ ആവശ്യമാണ്. ഇപ്പുറത്തിരിക്കുന്ന ആളിനോട് പറയണം, ദൈവം തളർത്തുന്നവനല്ല താങ്ങുന്നവനാണ്. ദൈവം തളർത്തുന്നവനല്ല താങ്ങുന്നവനാണ്. അവന്റെ മക്കളുമാർ ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്തി കാണിച്ചേ. ഇനി ഞാൻ നിങ്ങളോട് പറയാം, അതേ സ്വഭാവം നിങ്ങളും കാണിക്കണം. യുദ്ധം നടക്കുന്ന സമയത്ത് താഴ്വരയിൽ അതിശക്തമായ യുദ്ധം ജോഷുവയുടെ നേതൃത്വത്തിൽ നടക്കുകയാണ്. ആ സന്ദർഭത്തിൽ വിശുദ്ധ തിരുവെഴുത്തുകളിൽ പറയുന്നുണ്ട്, മോശയോട് ദൈവം അറിയിച്ചു, മോശെ നിന്റെ കൈ ഉയർത്തിപ്പിടിക്കണമെന്ന്. എപ്പോഴും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണിക്കുന്ന ചില ഫിസിക്കലായ ഒബീഡിയൻസുകൾ, ശാരീരികമായ അനുസരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളെ കൊണ്ടുവരും. കൈ ഉയർത്തിപ്പിടിക്കാൻ പറഞ്ഞത് മോശയോടാണ്. കൈ ഉയർത്തേണ്ടത് മോശയാണ്. വല്ലോനും കൈ ഉയർത്തിപ്പിടിച്ചാൽ പറ്റുകയില്ല. മോശയോട് കൈ ഉയർത്താൻ പറഞ്ഞെങ്കിൽ മോശ തന്നെ കൈ ഉയർത്തണം. അതൊരു ഫിസിക്കൽ ഒബീഡിയൻസ് ആണ്, ശാരീരികമായി കാണിക്കുന്ന അനുസരണം. കാരണം ശരീരത്തിന്റെ ഭാഗമാണ് കൈ എന്ന് പറയുന്നത്. എന്നാൽ ഒരു സന്ദർഭത്തിൽ ഈ മോശയുടെ കരം മണിക്കൂറുകൾ ഉയർത്തിപ്പിടിച്ച് ആ കൈ കിഴയ്ക്കുമ്പോൾ ഇസ്രായേൽ ജനം പതുക്കെ പരാജയപ്പെടാൻ തുടങ്ങി. അമാലിയോക്യർ ശക്തി പ്രാപിക്കാൻ തുടങ്ങി. താഴ്വരയിൽ നിന്ന് മുൻനിരയിൽ നിന്ന് പടവെട്ടി പോരാടുന്ന ജോഷുവ കൂടെ കൂടെ തിരിഞ്ഞു നോക്കുന്നുണ്ട്, മോശയുടെ കൈ ഉയർന്നു തന്നെ ഇരിക്കുകയാണോന്ന്. കാരണം കായിക ബലം കൊണ്ടല്ല ഈ യുദ്ധം ജയിക്കേണ്ടത്, ഇത് ആത്മതലത്തിലെ യുദ്ധമാണ്. ഇസ്രായേൽ ജനത്തിന്റെ വീറും വാശിയും ഊരും കുറയുമ്പോൾ
ജോഷുവായ്ക്ക് മനസ്സിലായി എവിടെയോ മോശയുടെ കരം കിഴയ്ക്കുന്നുണ്ട് എന്ന്. ആ ഫിസിക്കൽ ഒബീഡിയൻസ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എല്ലാ കാര്യത്തിനകത്തും. ഞാൻ അടുത്ത വിഷയത്തിലേക്ക് വരുമ്പോൾ അത് കുറച്ചും കൂടെ ഗൗരവമായി പഠിപ്പിക്കും. അവിടെ അഹരോനും ഹൂരും രണ്ടുപേർ അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് മോശയുടെ കരം താങ്ങിപ്പിടിച്ചു. കൈ കൊടുത്ത് പറയുക, കൈത്താങ്ങൽ. ആ കരം താങ്ങിപ്പിടിച്ചതിൽ ഒരു വ്യക്തിയാണ് ഹൂര് എന്ന് പറയുന്നത്. ചരിത്രങ്ങൾ പലത് പിന്നിടുമ്പോൾ പുറപ്പാട് 35:30 വാക്യം നോക്കുവിൻ. യഹൂദ ഗോത്രത്തിൽ ഹൂരിന്റെ മകനായ ഊരിയുടെ മകൻ ബെസലേലിനെ പേർ ചൊല്ലി വിളിച്ചു. ദൈവം ആരെയാണ് പേർ ചൊല്ലി വിളിച്ചത്? ഹൂരിന്റെ കൊച്ചുമകനെ. ആരാണ് ഹൂര്? മോശയുടെ കൈ താങ്ങിയ മനുഷ്യൻ. എന്തായിരുന്നു ബെസലേലിന്റെ പ്രത്യേകത? 33 വാക്യത്തിൽ ബെസലേലിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു, അവൻ ദിവ്യാത്മാവിനാൽ അവനെ ജ്ഞാനവും ബുദ്ധിയും അറിവും സകലവിധ സാമർഥ്യവും കൊണ്ട് നിറച്ചിരുന്നു. എത്ര ശക്തമേറിയ ഒരു വാക്കാണെന്നറിയാതെ. ദിവ്യാത്മാവിനാൽ. That is not a normal spirit, that is a divine spirit. ജ്ഞാനവും ബുദ്ധിയും അറിവും സകലവിധ സാമർഥ്യവും കൊണ്ട് അവനെ നിറച്ചു. അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, അവൻ സങ്കൽപ്പിച്ചുണ്ടാക്കുന്നവനായിരുന്നു സകലവും. ബെസലേലിനെ കുറിച്ച് എഴുതിയിരിക്കുന്നതാണ്. അവൻ സങ്കൽപ്പിക്കുന്നത്, അവൻ ഇമാജിൻ ചെയ്യുന്നത്, ക്രിയേറ്റ് ചെയ്യപ്പെടുവായിരുന്നു. ഒന്ന് ഓർത്തു നോക്കിയേ മക്കളെ, യൗവനക്കാരെ, സഹോദരിമാരെ, എന്റെ പ്രിയപ്പെട്ട ആത്മീക മക്കളെ, നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ. നിങ്ങളുടെ മക്കളുമാർ, നിങ്ങളുടെ തലമുറകൾ ദിവ്യാത്മാവിനാൽ നിറയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു? ആർക്കുമില്ലാത്ത ജ്ഞാനവും ബുദ്ധിയും അറിവും സകലവിധ സാമർഥ്യങ്ങളുമുള്ള നല്ല കുഞ്ഞുങ്ങളാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു? അവരുടെ മൈൻഡിൽ അവർക്ക് ഇമാജിൻ ക്രിയേറ്റിവിറ്റി, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബെസലേലിനെ കുറിച്ച് ബൈബിൾ പറയുന്നത് ഭയങ്കര ക്രിയേറ്റിവിറ്റി ആയിരുന്നു. സമാഗമന കൂടാരം പണിയാൻ ആ സമാഗമന കൂടാരത്തിന്റെ പടം വരച്ച ആർക്കിടെക്ട് ബെസലേലാണ്. എന്താ സമാഗമന കൂടാരം? ദൈവത്തിന്റെ മഹത്വം ഇറങ്ങിയ, ദൈവമഹത്വത്തിന്റെ നടുവിൽ പുരോഹിതന്മാർക്ക് നിന്ന് ശുശ്രൂഷ ചെയ്യുവാൻ കഴിയാത്ത നിലകളിൽ ദൈവത്തിന്റെ ഗ്ലോറി മേഘം ഇറങ്ങി വന്ന സ്ഥലം. ദൈവം തന്റെ ജനത്തോട് സംസാരിച്ച ഇടം, ദൈവം മോശയോട് അഭിമുഖമായി സംസാരിച്ച ഇടം. ഈ നിലകളിൽ ദൈവം ഇറങ്ങി വന്ന സമാഗമന കൂടാരം. സമാഗമന കൂടാരം പണിയുക എന്ന് പറഞ്ഞ എന്താ? ദൈവത്തിന് ഇറങ്ങി വരാനുള്ള ആലയം പണിതു. അത് ദൈവം പറഞ്ഞ അളവിൽ, ദൈവം പറഞ്ഞ നിലയിൽ. വിളക്കിരിക്കേണ്ടടുത്ത് വിളക്ക്, തിരശീല വരേണ്ടടുത്ത് തിരശീല, നിയമപ്പെട്ടകം വരേണ്ടടുത്ത് നിയമപ്പെട്ടകം. കൃത്യമായ അളവിലും അനുപാതത്തിലും വ്യക്തതയോടെ ഈ സമാഗമന കൂടാരം വരച്ച് എഴുതി കുറിച്ച് പണിയാൻ മുഴുവൻ ഡീറ്റെയിൽസ് മുമ്പിൽ വെച്ച് കൂടെ നിന്ന ആർക്കിടെക്ചർ കോൺട്രാക്ടറാണ് ബെസലേൽ. ബെസലേൽ പിതാക്കന്മാർ അഭിഷിക്തന്മാരുടെ കൈ താങ്ങിയപ്പോൾ തന്റെ അപ്പന്റെ അപ്പനായ ഹൂര്, ദൈവത്തിന്റെ പ്രവാചകനും ദൈവത്തിന്റെ അഭിഷിക്തനുമായ മോശയ്ക്കൊരു കൈത്താങ്ങലായി നിന്നപ്പോൾ അടുത്ത ജനറേഷനെ മഹത്വം ഇറങ്ങുന്ന ആലയം പണിയാൻ ദൈവം ഉപയോഗിച്ചു. പകൽ ഇതിനകത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിക്ക് എന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടണം, എന്റെ തലമുറ നശിച്ചു പോകരുത് എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ദൈവരാജ്യത്തിന് വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടി, കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് വേണ്ടി നീ ചുവട് വെക്കുക, നിലകൊള്ളുക, കൈത്താങ്ങലാകുക, കൈത്താങ്ങലാകുക, കൈത്താങ്ങലാകുക.
കർത്താവിൽ പ്രസിദ്ധനായ ദൈവദാസൻ ഇന്നയാള് പ്രസംഗിക്കുന്നു എന്നൊക്കെ നമ്മുടെയൊക്കെ നോട്ടീസിൽ, പോസ്റ്ററുകളിൽ, സാധാരണ നിലകളിൽ കാണുന്ന ഒരു വാക്കാണ്. എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് ഒരാളെ കുറിച്ച് സ്വർഗത്തിലും ഭൂമിയിലും എന്നേക്ക് സ്ഥിരമായിരിക്കുന്ന തിരുവെഴുത്തുകൾക്കകത്ത് ഒരാളെ കുറിച്ച് അവൻ കർത്താവിൽ പ്രസിദ്ധനായിരുന്നു എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് റൂഫസ് എന്ന് പറയുന്ന മനുഷ്യനാണ്. റോമർക്കെഴുതിയ ലേഖനം 16-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിലാണ് ആ പരാമർശം. കർത്താവിൽ പ്രസിദ്ധനായ റൂഫസിനെയും എനിക്കും അമ്മയായ അവന്റെ അമ്മയെയും വന്ദനം ചെയ്യുവീൻ. റൂഫസേ, നീ എങ്ങനെയാണ് കർത്താവിൽ പ്രസിദ്ധനായത്? നീ ആരുടെ മകനാണ്? നിന്റെ പിതാവ് ആരാണ്? ഈ പിതൃത്വം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പന്മാരുടെ, അമ്മമാരുടെ എന്നല്ല, അപ്പന്മാരുടെ മേളിൽ കിടക്കുന്ന ശാപമാണ് അടുത്തടുത്ത തലമുറകളിലേക്ക് കടന്നു വരുന്നത്. പിതാക്കന്മാരുടെ അകൃത്യം മക്കളിലേക്ക്, പിതാക്കന്മാർ, അമ്മമാരെന്നല്ല. അതൊരു പുരുഷന്മാരെല്ലാം ഒന്ന് കൈ ഉയർത്തി പിടിച്ചേ, മര്യാദക്കൊക്കെ ജീവിച്ചോണം പിള്ളേരെ ഓർത്ത്. എന്താണ് റൂഫസേ നീ പ്രസിദ്ധനായത്? നീ കർത്താവിൽ പ്രസിദ്ധനാകാൻ എന്താണ് കാരണം? വേറെ ആരെക്കുറിച്ചും ബൈബിളിൽ അങ്ങനെ ഒരു പരാമർശം ഇല്ലല്ലോ. കാരണമുണ്ട്. എൻ്റെ അനുഗ്രഹത്തിന്റെ താക്കോൽ എന്ന പുസ്തകത്തിൽ ഞാൻ എഴുതിയിരിക്കുന്ന ഒരു പരാമർശമുണ്ട്. അത് എൻ്റെ ജീവിതമാണ്, ഞാൻ കാണുന്ന കാര്യമാണ്, ഇന്ന് വരെ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ചിലർ അനുഗ്രഹിക്കപ്പെടാനും ചിലർ അനുഗ്രഹിക്കപ്പെടാതിരിക്കാനും ദൈവത്തിന് ദൈവത്തിൻ്റെതായ ചില കാരണങ്ങളുണ്ട്. ഞാൻ ഇങ്ങേരെക്കായാലും ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുന്ന ആളാണല്ലോ. ഞാൻ ഇങ്ങേരെക്കായാലും നല്ല എക്സ്ട്രാ ഡീസൻ്റ് ആയിട്ട് നിൽക്കുന്ന ആളാണല്ലോ. പക്ഷെ എനിക്കെന്താണ് ഇങ്ങേർക്കുള്ള ഫേവർ എനിക്കുണ്ടാകാത്തത് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം പറയേണ്ടത് പാസ്റ്റർ അല്ല, അതിന് ഉത്തരം പറയേണ്ടത് വിശ്വാസിയല്ല, അതിന് ഉത്തരം പറയുന്നത് ദൈവമാണ്. എനിക്ക് കരുണ തോന്നണമെന്നുള്ളവനോട് കരുണ തോന്നുകയും എനിക്ക് ദയ തോന്നണമെന്നുള്ളവനോട് ദയ തോന്നുകയും ചെയ്യും. മർക്കോസ് 15:21 ഈ പിള്ളേരുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. അലക്സാണ്ടറിനെയും റൂഫസിന്റെയും അപ്പനായി. മർക്കോസ് 15:21 വായിക്കാം. അലക്സാണ്ടറിന്റെയും റൂഫോസിന്റെയും അപ്പനായി വയലിൽ നിന്ന് വരുന്ന കുറേനക്കാരനായ ശീമോനെ അവിടെ ക്രൂശ് ചുമക്കുവാൻ അവർ നിർബന്ധിച്ചു. തലയോടിടം എന്നർത്ഥമുള്ള ഗോൽഗോത്ത എന്ന സ്ഥലത്തേക്ക് അവനെ കൊണ്ടുപോയി. അലക്സാണ്ടറിന്റെയും റൂഫസിന്റെയും അപ്പനായി. ഈ പിള്ളേരുടെ പേരെന്തിനാ അവിടെ എഴുതിയ? ആ വ്യക്തി കുരിശ് ചുമന്ന ആളുടെ പേര് മാത്രം എഴുതിയാ പോരെ? ഈ പിള്ളേരുടെ പേരെന്തിനാ അവിടെ കൊണ്ടുവന്നായി? എന്നാ പിന്നെ പുള്ളിയുടെ ഭാര്യയുടെ പേരോട് എഴുതാൻ എന്താ? ഞാൻ ജനറേഷണൽ ബ്ലെസ്സിങ്ങിൽ വിശ്വസിക്കുന്ന ആളാണ്. ഹല്ലേലൂയ. കുറേനക്കാരനായ ശീമോൻ ആ വയലിൽ നിന്ന് ആ മനുഷ്യൻ കയറി വരുമ്പോൾ വളരെ പുച്ഛത്തോടെയും അപമാനത്തോടെയുമാണ് ആ മനുഷ്യനെ ആ സമൂഹം നോക്കിക്കണ്ടത്. അന്നത്തെ കാലത്ത് യഹൂദന്മാരുടെ ഇടയിൽ ഒരു താണജാതിക്കാരൻ എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഈ കുറേനക്കാർ എന്ന് പറയുന്നത്. എല്ലാവരും ആ കണ്ണോട് തന്നെയാണ് കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ക്രൂശ് താങ്ങാൻ കർത്താവിനെയും തന്റെ ശരീരത്തെയും ഒന്ന് സഹായിക്കാൻ കുറേനക്കാരനായ ശീമോൻ സഹായിച്ചത് കർത്താവായ യേശു ആ ആ ബോഡിയാണ്. ക്രൂശ് താങ്ങിയപ്പോ
കുറേനക്കാരനായ ശീമോൻ എന്ന് പറയുന്ന മനുഷ്യൻ ഒരിക്കൽ പോലും ചിന്തിച്ചില്ല തൻ്റെ ഒരു മകൻ ഗവർണർ ആകുമെന്നും അംബാസിഡർ ആകുമെന്നും മറ്റൊരു മനുഷ്യൻ കർത്താവിൽ പ്രസിദ്ധനാകുമെന്നും. അദ്ദേഹത്തിന്റെ ഭാര്യ കർത്താവിന്റെ വേലയിൽ അപ്പോസ്തലന്മാർക്ക് പ്രിയപ്പെട്ടവളായി തീരുമെന്നും ഒരിക്കലും ചിന്തിച്ചതല്ല. ദൈവവേലയ്ക്ക് എന്തെങ്കിലും കൊടുക്കുമ്പോ, കർത്താവിന്റെ സഭയ്ക്ക് വേണ്ടി ചുമൽ താങ്ങുമ്പോ, അത് ജീവിതത്തിൽ ദൈവം നിനക്ക് അനുഗ്രഹിക്കപ്പെടാൻ തന്നൊരു ഒരു 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 അവസരമാണ്. കൈ കൊടുത്ത് പറഞ്ഞേ, നിനക്ക് രക്ഷപ്പെടാൻ തന്നൊരു അവസരമാണത്. അലക്സാണ്ടറും റൂഫസും കർത്താവിൽ അനുഗ്രഹീതരാകാൻ, പ്രസിദ്ധരാകാനുള്ളതിന്റെ കാരണം തമ്പുരാന്റെ ക്രൂശ് താങ്ങാൻ അല്പസമയം അവസരം കിട്ടിയ അതൊരവസര. ഞാനത് പറഞ്ഞു, അതൊരവസര. അതുകൊണ്ട് ആലയത്തിന് വേണ്ടിയും കർത്താവിന്റെ നാമത്തിന് വേണ്ടിയും നിങ്ങൾ കൈത്താങ്ങലുകൾ ചെയ്യുന്നവരാണെങ്കിൽ, യാതൊരു തരത്തിലുള്ളതായ ആത്മീയതയോ ആത്മീയ അനുഭവങ്ങളോ ഇല്ലാത്ത വ്യക്തിത്വങ്ങൾ പഠിപ്പിക്കുന്ന പഠനങ്ങൾ കേട്ടും നിങ്ങൾ തകർന്നു പോകരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ക്രൂശ് താങ്ങിയ ശിമയോന്റെ തലമുറയെ അനുഗ്രഹിച്ചെങ്കിൽ, മോശയുടെ കൈ താങ്ങിയ ഹൂരിന്റെ തലമുറയെ ആലയം പണിയാനും ആത്മീയ ശുശ്രൂഷയ്ക്കും ദിവ്യാത്മാവിനാൽ നിറച്ച്, ജ്ഞാനത്താൽ നിറച്ച്, ആ ഡിവൈൻ വിസ്ഡം കൊടുത്ത് ദൈവം ഉപയോഗിച്ചെങ്കിൽ, നിങ്ങളും നിങ്ങളുടെ കുടുംബവും അങ്ങനെ ആകട്ടെ എന്ന് ഞാൻ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുക. ചില ആളുകൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഈ ചർച്ച് എന്ന് പറയുന്നത് അത്ര ആലയത്തിന്റെ പണികൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അത്രയും പ്രാധാന്യത കൊടുക്കേണ്ട കാര്യമുണ്ടോ? ആവശ്യകതയുണ്ടോ ഇതിന്? മർക്കോസിന്റെ സുവിശേഷം 14 അധ്യായം അതിന്റെ 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. പെസഹ കുഞ്ഞാടിനെ അറുക്കുന്നതായ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ 1-ാം നാളിൽ ശിഷ്യന്മാർ അവനോട്, നീ പെസഹ കഴിക്കുവാൻ ഞങ്ങൾ എവിടെ ഒരുക്കണം എന്ന് ചോദിച്ചു. അവൻ ശിഷ്യന്മാർ 2 പേരെ അയച്ചു, നഗരത്തിൽ ചെല്ലുവീൻ, അവിടെ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരു മനുഷ്യൻ നിങ്ങളെ എതിർപ്പെടും. അവന്റെ പിന്നാലെ ചെന്ന് അവൻ കടക്കുന്ന ഇടത്ത് ആ വീട്ടുടയവനോട്, ഞാൻ എൻ്റെ ശിഷ്യന്മാരുമായി പെസഹ കഴിക്കുവാനുള്ള ശാല എവിടെയെന്ന് ഗുരു ചോദിക്കുന്നു എന്ന് പറയുവീൻ. അവൻ വിരിച്ചൊരുക്കിയ ഒരു വൻ മാളിക കാണിച്ചു തരും. കർത്താവിന് തൻ്റെ ശിഷ്യന്മാരുടെ കൂടെ പെസഹ ഒരുക്കണം. അതിൻ്റെ ഒരു പ്രധാന ശുശ്രൂഷ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് മനസ്സിലായാൽ, നമ്മുടെ തിരുവത്താറ് ശുശ്രൂഷയൊക്കെ നിങ്ങൾ കാണുന്നവരാണല്ലോ. അതുപോലെ ഒന്നിച്ച് കൂടി വന്ന് പെസഹ ആചരിക്കാൻ ഒരു സ്ഥലം വേണം. അപ്പൊ അങ്ങനൊരു സ്ഥലം ഇല്ല, ഇവർക്ക് ഒന്നിച്ചിരിക്കാനൊരു ഇടയില്ല. അപ്പോ കർത്താവ് പറയുകയാണ്, നിങ്ങൾ ഇവിടുന്ന് പുറപ്പെട്ടു പോകണം, നഗരത്തിൽ ചെല്ലണം. എവിടെ? സിറ്റിയിൽ തരാം, സിറ്റിക്കകത്ത് നഗരത്തിൽ ചെല്ലണം. അവിടെ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരു മനുഷ്യൻ നിങ്ങൾക്ക് എതിർപ്പെടും. ഹല്ലേലൂയ. അവിടെ 13-ാമത്തെ വാക്യത്തിൽ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്, and there shall meet you a man, not a woman, a man. സാധാരണ നിലയിൽ വെള്ളം കോരാൻ പോകുന്ന ആരാ? സ്ത്രീകളാണോ? ഉറപ്പല്ലേ? പക്ഷെ കർത്താവ് പറയുകയാണ്, നിങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ, പട്ടണത്തിലോട്ട് പോകുമ്പോൾ, ഒരു പുരുഷൻ, ഒരാള് ഒരു കുടം വെള്ളവും ചുമന്നുകൊണ്ട് നിങ്ങളുടെ എതിരെ വരും. അത് സംഭവിച്ചില്ല, സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. ഒരു പ്രവചനം പോലെ പറയുകയാണ്. അങ്ങനെ ശിഷ്യന്മാര് അവിടെ ചെന്നു. 14-ാമത്തെ വാക്യത്തിനകത്ത് എഴുതിയിട്ടുണ്ട്, അവന്റെ പിന്നാലെ ചെന്നു. അവൻ കടക്കുന്നിടത്ത് വീട്ടുടയവനോട്,
ഞാൻ എൻ്റെ ശിഷ്യന്മാരുമായി പെസഹ കഴിക്കാനുള്ള ശാല എവിടെ എന്ന് ചോദിക്കുന്നു, ഗുരു ചോദിക്കുന്നു എന്ന് പറയും. ഇപ്പൊ ഇതാരുടെ ആവശ്യമാണ്? ഇതാരുടെ ആവശ്യമാണ്? ഉറക്കെ പറഞ്ഞു, ഇത് ഗുരുവിന്റെ ആവശ്യമാണ്. ഗുരുവിന്റെ ആവശ്യം. ഉറക്കെ പറ, ഗുരുവിന്റെ ആവശ്യമാണ്. ഇതാരുടെ ആവശ്യമാണ്? ഗുരുവിന്റെ ആവശ്യം. ആരാണ് നമ്മുടെ ഗുരു? ഉറക്കെ പറ, യേശു ക്രിസ്തു. ജീസസ് ക്രൈസ്റ്റ് ഈസ് അവർ മാസ്റ്റർ. ആമേൻ. അവനാണ് നമ്മുടെ എല്ലാം. ആമേൻ. അപ്പം ഇത് ശിഷ്യന്മാരുടെ ആവശ്യമല്ല, ഇത് കർത്താവിന്റെ ആവശ്യമാണ്. അടുത്ത വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഇങ്ങനെയാണ്: അവൻ ഒരു കുടുസുമുറി, വൃത്തിഹീനമായി കിടക്കുന്ന, എലിയും പാറ്റയും ഓടുന്ന, കേറിച്ചെന്ന് കണ്ടാൽ കുത്തിയിരിക്കാൻ തോന്നാത്ത ഒരു മുറി നിങ്ങൾക്ക് കാണിച്ചു തരും. അങ്ങനാണോ? പിന്നെ വിരിച്ചൊരുക്കിയ, ഇന്നത്തെ പിള്ളേരുടെ ഭാഷ പറഞ്ഞ ഒരു വൻ സെറ്റപ്പ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. അതെന്തിനാ വൻമാളിക? അങ്ങനെ പറയാൻ പാടുണ്ടോ? ഇംഗ്ലീഷിൽ വായിക്കട്ടെ. ആൻഡ് ഹി വിൽ ഷോ യു എ ലാർജ് upper room furnished and prepared. Furnished and prepared. അങ്ങനെ ഒരെണ്ണം കൊട്ടാരക്കര ഉണ്ടാകണമെന്ന് എത്ര പേര് ആഗ്രഹിക്കുന്നു? ഒന്ന് കര അടിച്ച് കർത്താവ് അങ്ങനെ ഒരെണ്ണം. എന്റെ ചോദ്യം ഇതാണ്: ഇത്രയും അത്ഭുതങ്ങളൊക്കെ കാട്ടിയ കർത്താവിന് ഇത് തന്നെത്താൻ കണ്ടുപിടിച്ച് തന്നെത്താൻ ചെന്ന് ഇത് അറേഞ്ച് ചെയ്ത് നമ്മളൊക്കെ കല്യാണം വിളിക്കുന്ന പോലെ ശിഷ്യന്മാരെ വിളിച്ചാൽ പോരായിരുന്നോ? പക്ഷെ കർത്താവ് പറഞ്ഞത്, എനിക്ക് പെസഹ ഒരുക്കാനുള്ള ശാല നിങ്ങൾ സെറ്റാക്കണം. തയ്യാറുള്ളവരെന്ന് കരമടിച്ച് കർത്താവ് 10,000 ഒന്നിച്ച് തിരുമേശ എടുക്കത്തക്ക നിലയിൽ, 1000 ഒന്നിച്ച് തിരുമേശ എടുക്കത്തക്ക നിലയിൽ, കർത്താവിന്റെ നാമത്തെ സെലിബ്രേറ്റ് ചെയ്യത്തക്ക നിലയിൽ, ഇത് സ്വർഗത്തിന്റെ ആവശ്യമാണ്. ഇത് ദൈവരാജ്യത്തിന്റെ ആവശ്യമാണ്. രണ്ട് ശമൂവേലിന്റെ പുസ്തകം ഞാൻ വായിക്കുമ്പോൾ അന്ന് അതിന്റെ 7-ാം അധ്യായത്തിന്റെ 1-ാം വാക്യവും അതിന്റെ 2-ാമത്തെ വാക്യവും 3-ഉം 4-ഉം ഭാഗങ്ങളൊക്കെ ഭയങ്കരമാണ് കേട്ടോ. അത് ഒന്ന് ഉറക്കെ വായിക്കാവോ? യഹോവ ചുറ്റുമുള്ള സകല ശത്രുക്കളെയും അടക്കി രാജാവിന് സ്വസ്ഥത നൽകിയ ശേഷം രാജാവ് തന്റെ അരമനയിൽ വസിക്കും കാലത്ത്, ദാവീദ് രാജാവ് തന്റെ അരമനയിൽ വസിക്കുന്ന കാലത്ത്, ഒരിക്കൽ രാജാവ് നാഥാൻ പ്രവാചകനോട്, ഇതാ ഞാൻ ദേവദാരു കൊണ്ടുള്ള അരമനയിൽ വസിക്കുന്നു, ദൈവത്തിന്റെ പെട്ടകമോ തിരശ്ശീലയ്ക്കകത്ത്. ഇത് രാജാവിന്റെ സങ്കടമാണ്. രാജാവ് പറയാണ്, ഞാൻ നല്ല വീട്ടിൽ താമസിക്കുന്നു, ദൈവം എനിക്ക് വേണ്ടതെല്ലാം നൽകിയിരിക്കുന്നു, പക്ഷെ എൻ്റെ ദൈവത്തിന്റെ പെട്ടകം തിരശ്ശീലകൾക്കകത്ത് യോഗ്യമല്ലാത്ത ഒരിടത്തിരിക്കുന്നു. അതിനുവേണ്ടി യോഗ്യമായ ഒരിടം ഉണ്ടാകണം, ജനത്തിന് ഒന്നിച്ചു വന്ന് അവന്റെ നാമത്തെ ഉയർത്തുവാൻ, ആരാധിക്കുവാൻ. 4-ാമത്തെ വാക്യത്തിൽ, അന്ന് രാത്രിയിൽ നാഥാൻ പ്രവാചകനോട് ദൈവം ഇടപെടുകയാണ്, എൻ്റെ ദാസനായ ദാവീദിനോട് നീ ചെന്ന് പറക, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ അധിവസിക്കേണ്ടതിന് നീ എനിക്കൊരാലയം പണിയുമോ? ഞാൻ അധിവസിക്കേണ്ടതിന് നീ എനിക്കൊരാലയം പണിയുമോ? ഞാൻ ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ച നാൾ മുതൽ ഇന്ന് വരെയും ഞാനൊരാലയത്തിൽ അധിവസിക്കാതെ കൂടാരത്തിലും നിവാസത്തിലുമല്ലോ സഞ്ചരിച്ചു വരുന്നത്. ഇത് ദാവീദ് പറഞ്ഞതല്ല, ഇത് നാഥാൻ പ്രവാചകൻ പറഞ്ഞതല്ല, ഇത് യഹോവയുടെ അരുളപ്പാടാണ്. അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചോട്ടെ, അപ്പൊ ദൈവം ഇതിന് പ്രാധാന്യം കൊടുക്കുന്നില്ലേ? പറഞ്ഞേ, കൊടുക്കുന്നില്ലേ? പക്ഷെ ഇതിനകത്ത് എവിടെയാണെന്ന് അറിയാം പാസ്റ്റേ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്? ഹഗായിയുടെ പുസ്തകം 1-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ ദൈവം തമ്പുരാൻ പറയുകയാണ്, ഹഗായി 1:8, നിങ്ങൾ മലയിൽ ചെന്ന്
മരം കൊണ്ടുവന്ന് ആലയം പണിവീൻ, ഞാനതിൽ പ്രസാദിച്ച് മഹത്വപ്പെടുമെന്ന് യഹോവ കൽപ്പിക്കുന്നു. അപ്പോ മലയിൽ പോകേണ്ടതും മരം കൊണ്ടുവരേണ്ടതും ഇതിനു വേണ്ടുന്ന കാര്യങ്ങൾ ക്രമീകരിക്കേണ്ടതും നാം ഓരോരുത്തരുമാണ്, അല്ലേ? മനുഷ്യരോടല്ലേ ദൈവം അത് പറഞ്ഞിരിക്കുന്നത്? പക്ഷേ ഞാനതിൽ പ്രസാദിച്ച് മഹത്വപ്പെടും. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശു കർത്താവിന് ഇതിനകത്ത് ഇച്ചിരി പ്രാധാന്യത ഉണ്ടായിരുന്നത് കൊണ്ടാണ് യോഹന്നാൻ 2:17 എഴുതിയിരിക്കുന്നത്, ആലയത്തെക്കുറിച്ചുള്ള എരിവ് അവനെ തിന്നുകളഞ്ഞു എന്നൊക്കെ. അവൻ പതിവ് പോലെ ദേവാലയത്തിൽ ചെന്നു എന്ന് ലൂക്കോസ് 4:16 എഴുതിയിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ കാലത്തും യേശുവിൻ്റെ കാലത്തും കണ്ടോ, അവൻ വളർന്ന നസ്രയത്തിൽ വന്നു, ശബത്തിൽ അവൻ പതിവ് പോലെ പള്ളിയിൽ ചെന്നു. അന്നത്തെ കാലത്തും ജനത്തിന് ഒന്നിച്ചിരുന്ന് ദൈവത്തെ ആരാധിക്കുവാനുള്ള ഒരിടവും സംവിധാനവും ഉണ്ടായിരുന്നു. യേശു അവിടെ പോകുമായിരുന്നു. എത്ര പേര് ആമീൻ പറയും? അപ്പൊ അതുകൊണ്ട് ഇത് സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ്. ബൈബിൾ ഇതിനെ ഒരിക്കലും തിരസ്കരിക്കുന്നില്ല, നമ്മെ നിരുത്സാഹപ്പെടുത്തുന്നില്ല. ഈ പ്രവൃത്തിക്ക് വേണ്ടി ബൈബിളും നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയാണ്, എൻകറേജ് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ, തോളോട് തോൾ ചേർന്ന് നിന്ന് ഒറ്റ ദർശനത്തിൽ, ഒറ്റ അഭിപ്രായത്തിൽ, ഒറ്റ കാഴ്ചപ്പാടിൽ ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്കായി കർത്താവ് നമ്മളെ ഉപയോഗിക്കും. കൈകളടിച്ച് കർത്താവിന് നന്ദി പറയാം. കൈകളടിച്ച് കർത്താവിന് നന്ദി പറയാം. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 39 മുതലുള്ള വാക്യങ്ങൾ വായിക്കണം. അവൻ എഴുന്നേറ്റു, കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റ് അമർന്നു, വലിയ ശാന്തതയുണ്ടായി. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഇങ്ങനെ ഭീരുക്കളാകുവാൻ എന്ത്? ഒന്നാമത്തെ വിഷയം, കാറ്റ്, കടല് ഇളകി മറിയുകയാണ്. അവർ സഞ്ചരിക്കുന്ന വള്ളത്തിനകത്ത് വെള്ളം കയറി മരണഭീതിയിൽ അവർ നിലവിളിക്കുകയാണ്. അടുത്ത സെക്കൻഡിൽ, അടുത്ത നിമിഷത്തിൽ എന്തും സംഭവിക്കാവുന്ന നിലയിലുള്ള ഒരു സാഹചര്യം അവരുടെ മുൻപിലുണ്ട്. ആ സാഹചര്യത്തെ അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ, കൈകാര്യം ചെയ്യാൻ കഴിയാത്തതായിരുന്നു. ആ കാറ്റിനെ, അവരുടെ മുമ്പിൽ അടിച്ച കാറ്റിനെ, അവരുടെ വള്ളത്തിൽ കയറിയ വെള്ളത്തെ, അവർ നേരിട്ട വിഷയത്തെ അവർക്ക് കൈകാര്യം ചെയ്യാൻ കഴിയാത്തതായിരുന്നു. എന്നാൽ ഒന്നാമത്തെ വിഷയം, യേശു അവർക്ക് വേണ്ടി അമരത്ത് എഴുന്നേറ്റു. യേശുവിന്റെ അധികാരം ഉള്ള നാമത്തിൽ നിനക്ക് വിരോധമായി നിൽക്കുന്ന വ്യക്തികളെ, ശക്തികളെ, സാഹചര്യങ്ങളെ, നിനക്ക് നേരിടാൻ കഴിയാത്ത വിഷയത്തെ നിനക്ക് വേണ്ടി കൈകാര്യം ചെയ്യാൻ നിന്റെ ജീവിതം എന്ന പടകിനകത്ത് സ്വർഗം എഴുന്നേൽക്കുന്ന ഒന്ന് കരമടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. താങ്ക് യു ലോർഡ് ജീസസ്. ശബ്ദമുയർത്തി ഹല്ലേലൂയ. എനിക്കും നിങ്ങൾക്കും ഹാൻഡിൽ ചെയ്യുവാൻ കഴിയാത്ത, എനിക്കും നിങ്ങൾക്കും കൈകാര്യം ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം നിങ്ങളുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ, അത് നിങ്ങളുടെ കുടുംബ ജീവിതമാകാം, നിങ്ങളുടെ സാമ്പത്തികമാകാം, നിങ്ങളുടെ ആരോഗ്യമാകാം, നിങ്ങളുടെ ബിസിനസ് ആകാം, നിങ്ങളുടെ ആത്മീക ശുശ്രൂഷയാകാം. നിങ്ങളുടെ ജീവിതത്തിൽ അടിക്കുന്ന കാറ്റേതെന്ന് നിങ്ങൾക്കതറിയാം. എന്നാൽ ആത്മാവ് നിങ്ങളോട് പ്രവചിക്കുന്നു, ഈ ആരാധനയുടെ നടുവിൽ, ഈ ആർത്തു വിളിക്കുന്ന നിലവിളിയുടെ നടുവിൽ നിനക്ക് വേണ്ടി ആ തിരകളെ ശാന്തമാക്കുവാൻ, നിനക്ക് വേണ്ടി ആ കാറ്റിനെ ശാന്തമാക്കുവാൻ, നിനക്ക് വേണ്ടി ആ വിഷയത്തെ കൈകാര്യം ചെയ്യുവാൻ നിന്റെ പടകിൽ യേശു എഴുന്നേൽക്കുകയാണ്. ആർത്തലയ്ക്കുന്ന തിരമാലകളുടെ ഹുങ്കാര ശബ്ദത്തിന് യേശുവിനെ എഴുന്നേൽപ്പിക്കുവാൻ കഴിയാതിരുന്നപ്പോഴും, അലറി വിളിക്കുന്ന തിരമാലകൾക്ക് യേശുവിനെ ഉണർത്തുവാൻ കഴിയാതിരുന്നപ്പോഴും,
ആഞ്ഞു വീശുന്ന കാറ്റ് പടകിനെ അടിച്ച് ഒലയ്ക്കുമ്പോഴും ആ അടിച്ചൊലയ്ക്കുന്ന ഉലച്ചിലുകളുടെ നടുവിലും നസ്രയൻ എഴുന്നേക്കാതിരിക്കുമ്പോഴും അതിനകത്തുനിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് നാഥാ എന്ന് വിളിച്ചപ്പോൾ വായ് തുറന്ന് കരയാൻ, പ്രാർത്ഥിക്കാൻ, ചോദിക്കാൻ തീരുമാനിച്ചപ്പോൾ തിരമാലകൾ കുണർത്താൻ കഴിയാത്തവനെ, ആഞ്ഞു വീശുന്ന കൊടുങ്കാറ്റുകൾ കുണർത്താൻ കഴിയാത്തവനെ, തന്റെ മക്കളുടെ നിലവിളിയുടെ നടുവിൽ എഴുന്നേറ്റു നിന്ന് കാറ്റിനെയും കടലിനെയും ശാസിച്ച നസ്രായൻ എന്റെ വിഷയത്തിൽ, എന്റെ കുടുംബത്തിൽ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ ശബ്ദം ഉയർത്തി ദൈവത്തിന് നന്ദി പറയാം. അതിനുശേഷം യേശു കർത്താവ് ആ പടക് എത്തിയത് ഗദരദേശത്താണ്. 4-ാം അധ്യായത്തിൽ വലിയ ശാന്തതയുണ്ടായി എന്ന് എഴുതിയിരിക്കുന്നു. 5-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ അവർ ഗദരദേശത്തെത്തി. പടകിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ കല്ലറയിൽ നിന്ന് വന്ന് അവരെ എതിരേറ്റു. ചങ്ങലകൾ കൊണ്ട് ബന്ധിക്കാൻ കഴിയാത്ത, കല്ലറയിൽ പാർക്കുന്ന, ആർക്കും അടക്കുവാൻ കഴിയാത്ത, ആർക്കും ഹാൻഡിൽ ചെയ്യാൻ കഴിയാത്ത, തന്നെത്താൻ നിലവിളിക്കുന്ന, കല്ലെടുത്ത് സ്വന്തം ശരീരത്തെ ചതയ്ക്കുന്ന ഒരു ഭ്രാന്തൻ, ഒരു മാനസിക രോഗി, ഒരു ഭൂതാത്മാവ് പിടിച്ച പൈശാചിക ലോകം അടക്കി വാഴുന്ന അശുദ്ധാത്മാക്കൾ കുടിയിരിക്കുന്ന ശരീരം. ഒരുത്തനും ഇവനെ തൊടാൻ കഴിയില്ല, ഒരുത്തനും ഇവനെ കൈകാര്യം ചെയ്യാൻ കഴിയില്ല. 6000 അശുദ്ധാത്മാക്കളാണ് അവനിൽ വസിക്കുന്നത്. 6000 ഭൂതശക്തികളാണ് അവനിൽ കുടിയിരിക്കുന്നത്. ഉഗ്ര ശക്തിയോടെ എഴുന്നേറ്റോടി വന്ന് കല്ലെടുത്ത് തന്നെ താൻ ചതയ്ക്കുന്ന, ആർക്കും കൈകാര്യം ചെയ്യാൻ കഴിയാത്ത ഈ ഭൂതഗ്രസ്തനെ ഒറ്റയ്ക്ക് നിന്ന് കൈകാര്യം ചെയ്ത, ഒറ്റയ്ക്ക് നിന്ന് നേരിട്ട, ഒറ്റയ്ക്ക് നിന്ന് ഭൂതത്തെ പുറത്താക്കിയ ഇതിനകത്ത് വ്യാപരിക്കുന്ന സകല അശുദ്ധാത്മ ശക്തികളും, വ്യക്തികളിൽ കുടിയിരിക്കുന്ന ദുർഭൂത ശക്തികളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകണം. 6000-ത്തിലധികം അശുദ്ധാത്മാക്കളുള്ള, ആർക്കും അടക്കുവാൻ കഴിയാത്ത ദുർഭൂത ശക്തികളുടെ ഒരു കൂടാരമായി നിലകൊള്ളുന്ന, സഞ്ചരിക്കുന്ന ഭൂതഗ്രസ്തൻ, കല്ലറയിൽ പാർക്കുന്നവൻ, വസ്ത്രം ധരിച്ചിട്ടില്ലാത്തവൻ, കല്ലുകൊണ്ട് തന്നെത്താൻ ചതയ്ക്കുന്നവൻ, ചങ്ങല കൊണ്ട് കെട്ടിയാൽ നൂലുപോലെ ചങ്ങല പൊട്ടിച്ചു കളയുന്നവൻ, സെല്ലിനകത്തടച്ചാൽ സെല്ലിന്റെ ഇരുമ്പ് കമ്പികൾ വലിച്ചൊടിച്ചു കളഞ്ഞ് ചാടി പുറത്തിറങ്ങുന്നവനെ ഒറ്റയ്ക്ക് നേരിടാൻ കഴിയുന്ന ഒരുവനുണ്ടെങ്കിൽ അതിന്ന് ഞാൻ പ്രസംഗിക്കുന്ന എന്റെ യേശുവാണ്. ആത്മാവ് കുടുംബങ്ങളോട് പ്രവചിക്കുന്നു. നിനക്ക് പറയാൻ പല വിഷയങ്ങളുണ്ട്, നിനക്ക് പറയാൻ പല പ്രശ്നങ്ങളുണ്ട്, നിനക്ക് എണ്ണി തീർക്കാൻ കഴിയാത്ത പ്രതികൂലങ്ങളുണ്ട്. പക്ഷേ നിന്റെ ദൈവം അതിനെ ഒറ്റയ്ക്ക് നേരിടും എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ ശബ്ദം ഉയർത്തി ദൈവത്തിന് നന്ദി പറയാം. ആ വാക്ക് എന്റെ പ്രിയ ദൈവമക്കളെ നിങ്ങളോടുള്ള ഒരു പ്രവചന ശബ്ദമായി സ്വീകരിക്കണം. അശുദ്ധാത്മാക്കൾ പലത് കാണാം, എതിർപ്പുകൾ പലത് കാണാം, പ്രശ്നങ്ങൾ പലത് കാണാം, വിഷയങ്ങൾ പലത് കാണാം. പക്ഷേ വെല്ലുവിളിക്കുന്ന കർമ്മേലിന്റെ മുകളിൽ ബാലിന്റെ പ്രതിഷ്ഠകളും അശേരയും കൂടെ 850 കാണാം.
Amen. ആഹാബും ഇസബേലും കാണാം, ഏലിയാവേ നീ ഒറ്റക്കേ ഉള്ളെങ്കിലും Yes. പകൽ ഈ പ്രപഞ്ചത്തിന്റെ ഉടയവൻ നിന്റെ ഒപ്പമുണ്ടെങ്കിൽ, മരണത്തെ ജയിച്ചവൻ, പാതാളത്തെ ജയിച്ചവൻ, പിശാചിനെ ജയിച്ചവൻ, കല്ലറകളെ ജയിച്ചവൻ, സകല റോമൻ സാമ്രാജ്യത്തിന്റെ മുദ്രകളെയും പൊട്ടിച്ച് ഉയർത്തെഴുന്നേറ്റവൻ. And some people say, my brother, I have a lot of problems and many issues. I am facing many issues. I am facing many problems in my life. എനിക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, എനിക്ക് ഒത്തിരി പ്രതികൂലങ്ങളുണ്ട്, എനിക്ക് ഒത്തിരി ടെംപ്റ്റേഷൻസ് ഉണ്ട്, എനിക്ക് ഒത്തിരി എന്നെ കൊണ്ട് നേരിടാൻ പറ്റാത്ത പലതുമുണ്ട്. പക്ഷേ അതിനെയെല്ലാം ഒരു മൂലയ്ക്ക് നിർത്തിയിട്ട് പറയണം, എനിക്കൊരു ദൈവമുണ്ട്. എനിക്ക് ഞാൻ സേവിക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്. സംഘടനകളുടെ പിൻബലമല്ല, വ്യക്തികളുടെ പിൻബലമല്ല, മനുഷ്യരുടെ ആശ്രയമല്ല, ലോകത്തിന്റെ താങ്ങല്ല. ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടിലും, ലോകക്കാരെല്ലാരും തള്ളിടിലും, സ്വന്തം സഹോദരങ്ങൾ പൊട്ടക്കിണറ്റിലിട്ടാലും യോസേഫിന്റെ ദൈവം എന്റെ കൂട്ടാളിയാണ് എന്ന് പറയാൻ കഴിവുള്ള ദൈവമക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ ശബ്ദമുയർത്തിയവർ ദൈവത്തിന് നന്ദി പറയണം. ആർത്തലയ്ക്കുന്ന ഈ തിരമാലകളെ അവസാനിപ്പിക്കാൻ അടിക്കുന്ന കൊടുങ്കാറ്റിനെ, ആഴക്കടലിന്റെ അടിത്തട്ടിലേക്ക് താഴ്ത്തിയെറിയാൻ നിൽക്കുന്ന ഈ ശക്തികളെ ഒറ്റയ്ക്ക് നേരിടാൻ ഈ പടകിലാരുണ്ട്? ഒറ്റയ്ക്ക് നേരിടാൻ ഈ പടകിൽ എനിക്കാരുണ്ട്? 1000 അല്ല, 1500 അല്ല, ആമീൻ, കൊടിയ ഭൂതങ്ങൾ കോടിക്കണക്കിന് ഇറങ്ങി നിന്നാലും ഇതിനെ ഒറ്റയ്ക്ക് നേരിടാൻ കഴിവുള്ള ഒരു ദൈവം എനിക്കുണ്ട് എന്ന് വിശ്വസിക്കാൻ കഴിയുന്ന ദൈവമക്കൾ ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ അവർക്ക് ദൈവത്തെ ആരാധിക്കാം. എന്റെ വാക്കുകൾ തിരമാലകൾ അനുസരിക്കുമോ? എന്റെ ഭാഷ കൊടുങ്കാറ്റിന് മനസ്സിലാകുമോ? എന്റെ ഭാഷ മനസ്സിലാകാത്ത പല സാഹചര്യങ്ങളും എന്റെ മുമ്പിലുണ്ട്. എന്റെ ഭാഷ കൊടുങ്കാറ്റിന് മനസ്സിലാകില്ല. എന്റെ ഭാഷ സാഗരത്തിന്റെ തിരമാലകൾക്ക് തിരിച്ചറിയാൻ കഴിയില്ല. എന്റെ ഭാഷ മനസ്സിലാക്കാൻ കഴിയാത്ത പല സാഹചര്യങ്ങളും എന്നെ വേട്ടയാടുമ്പോൾ സകല സാഗരങ്ങളും സകല കൊടുങ്കാറ്റും പ്രപഞ്ചവും സകല സൃഷ്ടികൾക്കും തിരിച്ചറിയാൻ കഴിയുന്ന ഒരു ശബ്ദമുണ്ട്. ആ ശബ്ദം എൻ്റെ ദൈവത്തിൻ്റെ, എൻ്റെ നസ്രായന്റെ ശബ്ദമാണ്. ഈ ദിവസങ്ങളിൽ ആ ദൈവം എനിക്ക് വേണ്ടി വാ തുറക്കും, ആ ദൈവം എനിക്ക് വേണ്ടി എഴുന്നേൽക്കും, ആ ദൈവത്തിന്റെ കരം എനിക്ക് വേണ്ടി ചലിക്കും എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ശബ്ദമുയർത്തി കാറ്റടങ്ങി, കാറ്റടങ്ങി, കടൽ ശാന്തമായി. അടുത്തിരിക്കുന്ന ആളോട് പറയാമോ, എനിക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്. എനിക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്. എഴുന്നേൽക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്. എനിക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന ഒരു ദൈവം. ശരിയല്ലേ? Yes, amen. ചെങ്ങല കൊണ്ട് കെട്ടിയാൽ ചെങ്ങല പൊട്ടിച്ച് കളയുന്ന നാട്ടുകാർക്ക് പേടിയാണ് അവനെ. അവന്റെ കയ്യിൽ കല്ലുണ്ട്. അവൻ കല്ലെടുത്ത് അവനെ തന്നെ അടിച്ച് ചതയ്ക്കും. അവന്റെ ശരീരം മൊത്തം മുറിവുകളാണ്. അവൻ്റെ അടുത്ത് വരുന്ന ഒരുത്തനോട് അവൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് ഒരുത്തനും പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല.
അങ്ങനെയുള്ള ഒരുത്തന്റെ മുമ്പിൽ ചെന്ന് യേശു നിൽക്കുമ്പോ അവൻ കർത്താവിന്റെ മുമ്പിൽ മുട്ടുകുത്തണമെങ്കിൽ സകലതും അവന്റെ കാൽക്കീഴിലാണ്. ഇവന്റെ പാർപ്പ് കല്ലറയിലാണെന്നല്ലേ എഴുതിയിരിക്കുന്നത്. എന്താ അതിന്റെ ആത്മീയ അർത്ഥം? പിശാചുക്കളെല്ലാം കല്ലറയിലാണെന്നാണോ? അല്ല. പിന്നെ എന്ത് കാരണം കൊണ്ട് ഇവൻ കല്ലറയിൽ, സാധാരണ കല്ലറയിൽ പോയി കിടക്കേണ്ടത്, അല്ലെങ്കിൽ ആ സ്ഥലത്ത് കിടക്കേണ്ടത് അവസാനിച്ചവനല്ലേ, മരിച്ചവനല്ലേ, ജീവിതം ഈ ഭൂമിയിൽ കഴിഞ്ഞൊരു മനുഷ്യനല്ലേ. ഇവന് ജീവനുണ്ടല്ലോ. ഇവൻ വന്ന് മുട്ടുകുത്തണമെങ്കിൽ ഇവന് മുട്ടിനൊന്നും പ്രശ്നമില്ലാത്ത ആളാ, ആരോഗ്യമുള്ളവനാ. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ചെറുപ്പക്കാരൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവസാനിച്ചവന്റെ കാറ്റഗറിയിലാണ്. മനസ്സിലായി? ഇവൻ റണ്ണിങ്ങിൽ ഓടി നിൽക്കേണ്ടവനാണ്. ഇവൻ സ്റ്റാർട്ടിങ്ങിൽ നിൽക്കേണ്ടവനാണ്, അല്ലെങ്കിൽ റണ്ണിങ്ങിൽ ഇങ്ങനെ അവന്റെ ലൈഫ് ഇങ്ങനെ റൺ ചെയ്തു പോകേണ്ടതാണ്, അല്ലേ? പൗലോസ് തന്നെ പറഞ്ഞില്ലേ, ജീവിതം ഒരു ഓട്ടമാണെന്ന്. ജീവിതം ഓട്ടക്കളത്തിൽ ഓടുന്ന അനേകരെങ്കിലും വിരുദ് പ്രാപിക്കുന്നവൻ. ലൈഫ്, ജീവിതം ഒരു ഓട്ട. ചിലര് വയറ് കുറയ്ക്കാൻ ഓടുന്നു, ചിലര് വയറ് നിറയ്ക്കാൻ ഓടുന്നു. പക്ഷെ ദൈവമക്കളുടെ ഓട്ടം അതിനൊരു ലക്ഷ്യമുണ്ട്. ആ ഓട്ടത്തിൽ ഒരു വിരുദുണ്ട്, ഒരു ഫിനിഷിംഗ് പോയിന്റ് ഉണ്ട്. അതിന് നിത്യത എന്ന് പറയും, എറ്റേണിറ്റി. ഇവൻ റണ്ണിങ്ങിൽ നിൽക്കേണ്ടവനാ. റണ്ണിങ്ങിൽ നിൽക്കേണ്ടവനെ, മുന്നിൽ നിൽക്കേണ്ടവനെ പിശാച് കൊണ്ടുവന്ന് ഫിനിഷിങ്ങിൽ ഇരുത്തിയിരിക്കുക. ഫിനിഷ്ഡ്, യു ആർ ഫിനിഷ്ഡ്. കാരണം കല്ലറ കിടക്കുന്നവന്റെ അവിടെ എഴുതിയിട്ടുണ്ട്, ഇന്നയാൾ ഇന്നെടുത്ത് വിശ്രമിക്കുന്നു, ഫിനിഷ്ഡ്. പക്ഷേ എത്ര ഫിനിഷിംഗ് പോയിന്റിൽ നിൽക്കുന്നവനെയും യേശു കണ്ടാൽ, യേശു തൊട്ടാൽ അവനെ സ്റ്റാർട്ടിങ്ങിൽ കൊണ്ടുവരും. ഒന്നുകൂടെ പറയാം, എത്ര ഫിനിഷിംഗ് പോയിന്റിൽ നിൽക്കുന്നവനെയും യേശു കണ്ടാൽ, യേശു തൊട്ടാൽ അവനെ സ്റ്റാർട്ടിങ്ങിൽ കൊണ്ടുവരും. നീ തീർന്നു, നീ അവസാനിച്ചു എന്ന് പറയുന്നിടത്ത് ചില പുതിയ കാര്യങ്ങളെ തുടങ്ങുന്ന ഒരു ദൈവം നിനക്കുണ്ട്. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, മുൻപുള്ളവയെ നീ ഓർക്കണ്ട, പണ്ടുള്ളവയെ കുറിച്ച് നിരൂപിക്കണ്ട. മൂന്നാമത്തെ വിഷയം 25-ാമത്തെയും 26-ാമത്തെയും വാക്യത്തിൽ 12 സന്മനസ്സരായിട്ട് രക്തസ്രവമുള്ളവളും പല വൈദ്യന്മാരാലും ഏറിയൊന്ന് സഹിച്ച് തനിക്കുള്ളതെല്ലാം ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായിരുന്നിരിക്കുന്ന ഒരു സ്ത്രീ യേശുവിന്റെ വർത്തമാനം കേട്ടു. 28-29 അവന്റെ വസ്ത്രത്തിന്റെ തൊങ്കലെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. പുരുഷാരത്തിൽ പുറകിൽ കൂടെ വന്ന് അവന്റെ വസ്ത്രം തൊട്ടു. ക്ഷണത്തിൽ അവളുടെ രക്തസ്രവം നിന്നു, ബാധ മാറി, സ്വസ്ഥയായി. 12 കൊല്ലമായിട്ട് ട്രീറ്റ്മെന്റ് നടത്തുകയാണ്. ഒരുപാട് വൈദ്യന്മാരെ കണ്ടു, പലതും സഹിച്ചു, തനിക്കുള്ളതൊക്കെ ചെലവഴിച്ചു, ഒട്ടും ഭേദം വന്നില്ല, രോഗം കൂടിയതല്ലാതെ. കിട്ടാവുന്ന സകല മെഡിസിനുകളും മാറിയും തിരിഞ്ഞും 12 കൊല്ലമായി പരീക്ഷിച്ച, ചെയ്യാവുന്നത് മുഴുവൻ ചെയ്ത, സഹിച്ച, പണം മുഴുവൻ വീടും പറമ്പും എഴുതി വിറ്റ് ചികിത്സിച്ച, എന്നിട്ട് അല്പം പോലും സൗഖ്യം വരാത്ത ഈ സ്ത്രീയെ ഇനി ആർക്ക് രക്ഷിക്കാൻ കഴിയും? കല്ലറയിൽ കിടക്കുന്ന, ചെങ്ങല കൊണ്ട് കെട്ടിയാൽ ചെങ്ങല പൊട്ടിക്കുന്ന, സെല്ലിനകത്തടച്ചാൽ സെല്ല് പൊളിച്ചു വരുന്ന ഈ മകനെ ഇനി ആർക്ക് രൂപാന്തരപ്പെടുത്താൻ കഴിയും? ആർത്തലയ്ക്കുന്ന തിരമാലകളും ആർത്ത് വിളിക്കുന്ന കൊടുങ്കാറ്റുകളുടെ നടുവിൽ
വള്ളം അലഞ്ഞു വലഞ്ഞുഴലുമ്പോൾ സകലതും അടിച്ച് താഴെ പോകുമ്പോൾ മുങ്ങി ചത്തുപോകുമെന്ന സാഹചര്യം വെളിപ്പെടുമ്പോൾ തിരമാലകൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ, കാറ്റിന് മനസ്സിലാകുന്ന ഭാഷയിൽ അതിനോട് സംസാരിച്ച് അതിനെ ബ്ലോക്ക് ചെയ്യാൻ ആർക്ക് കഴിയും? ഒറ്റ വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. ആർക്കും ചെയ്യാൻ കഴിയാത്തതിനെ ചെയ്യുവാൻ കഴിയുന്ന ഒരു ദൈവം നിനക്കുണ്ട്. ആർക്കും ചെയ്യാൻ കഴിയാത്തതിനെ നിനക്ക് വേണ്ടി ചെയ്യുന്ന, ആർക്കും പ്രവർത്തിക്കാൻ കഴിയാത്തടുത്ത് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, ആർക്കും വഴി തുറക്കാൻ കഴിയാത്തടുത്ത് നിനക്ക് വേണ്ടി വഴി തുറക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. ഭൂതഗ്രസ്തൻ സുവിശേഷകനായി, രക്തസ്രവക്കാരി സ്ത്രീ സാക്ഷിയായി. ഇതിന്റെ ക്ലൈമാക്സ് എവിടെയാണ്? ഇവിടെ കൊണ്ട് തീരുന്നില്ല. ആർക്കും കൈകാര്യം ചെയ്യാൻ കഴിയാത്ത എൻ്റെ ജീവിതത്തെ, ആർക്കും മാറ്റാനോ രൂപാന്തരപ്പെടുത്താനോ കഴിയാത്ത എൻ്റെ ലൈഫിനെ യേശു രൂപാന്തരപ്പെടുത്തിയത്, എന്നെ വിളിച്ചത്, എന്നെ ആലയത്തിൽ കൊണ്ടുവന്നത്, എന്നെ കർത്താവ് തൊട്ടത് ചുമ്മാ അങ്ങ് വിടാനല്ല. ഒന്നെങ്കിൽ രാജ്യങ്ങളിൽ, ദേശങ്ങളിൽ നിന്നെ സാക്ഷിയാക്കാൻ, നിന്നെ ഒരു സുവിശേഷകനോ സുവിശേഷകയോ ആക്കാൻ. ഈ ആലയത്തിനകത്ത് നിന്ന് ആയിരക്കണക്കിന് സുവിശേഷകർ എഴുന്നേറ്റ് വരട്ടെ. തിരമാലകൾ പോലെ എനിക്ക് കൈകാര്യം ചെയ്യാൻ കഴിയാത്ത ഒരു വിഷയം എൻ്റെ മുൻപിലുണ്ട്. ഇന്ന് ഈ ആലയത്തിന്റെ നടുവിൽ ദെക്കേപ്പൊലിയിലെ ഭൂതഗ്രസ്തനെ പോലെ ആർക്കും കൈകാര്യം ചെയ്യാൻ കഴിയാത്ത ഒരു പ്രശ്നം എനിക്കുണ്ട്. ഇന്ന് ഈ ആരാധന മധ്യയിൽ വർഷങ്ങളായി ഞാൻ അനുഭവിക്കുന്ന ആ രക്തസ്രവക്കാരിയെ പോലൊരു രോഗം എനിക്കുണ്ട്. ഇന്ന് ഈ ആരാധന മധ്യയിൽ കർത്താവെ, ആർക്കും കൈകാര്യം ചെയ്യാൻ കഴിയാത്ത ആ വിഷയത്തെ നീ എനിക്ക് വേണ്ടി ഒന്ന് കൈകാര്യം ചെയ്യണമേ. എനിക്ക് ഇതിന്റെ ഏറ്റവും അവസാനത്തെ ഒരു ഭാഗവും കൂടെ ഉണ്ട്. അവിടെ 34-ാം വാക്യത്തിനകത്ത് പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ഒരാൾ വന്നു. നിന്റെ മകൻ മരിച്ചുപോയി എന്ന് അവനോട് പറഞ്ഞു. ഗുരുവിനെ അസഹ്യമാക്കുന്നത് എന്തിനെന്ന് പറഞ്ഞു. യേശു ആ വാക്ക് കാര്യാക്കാതെ, അടിവരയിടുന്ന ആ വാക്കിനകത്ത്, യേശു ആ വാക്ക് കാര്യാക്കാതെ. എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? ഒന്നാമത്തെ വിഷയം തിരമാല, കൊടുങ്കാറ്റ്. നമ്മൾ പറഞ്ഞാൽ കേൾക്കുവോ? രണ്ടാമത്തെ വിഷയം ഭൂതഗ്രസ്തൻ എന്ന് പറഞ്ഞു പോവല്ല. 6000 ഭൂതം ഇരിക്കുന്ന സുപ്രസിദ്ധ ക്രിമിനലാ പുള്ളി. കാരണം ചെങ്ങല കൊണ്ട് പുള്ളിയെ കെട്ടിയാൽ ഒട്ടിച്ചു കളയും. സെല്ലിനകത്തടച്ചാൽ സെല്ല് പൊളിച്ച് പുള്ളി പുറത്തു വരും. കല്ലെടുത്ത് തന്നെ താൻ ചതയ്ക്കും. മൂടിയൊക്കെ വളർത്തി എന്നാ പറയുന്ന ഒരു അടിവസ്ത്രം പോലും ഇടാതെ നിൽക്കുന്ന ഒരുത്തൻ. ഇവന്റെ അടുത്ത് ആര് പോവും? പറ, ഇവന്റെ അടുത്ത് ആര് എന്ന് വീണ്ടും? ഇവനെ ആര് നേരിടും? നാട്ടുകാരും ലോകക്കാരും മുഴുവൻ പറഞ്ഞു ഇവനൊരു ഭൂതഗ്രസ്തനായി. ഇപ്പൊ കിടക്കുന്ന കല്ലറയില്ലേ, അതിന്റെ കോണിൽ അവൻ ചത്ത് നാറും. അവിടെ കിടന്ന് പുഴുവരിക്കും. അവിടെ തീരും അവൻ എന്ന് കരുതിയവൻ ദെക്കേപ്പൊലിയുടെ സുവിശേഷകനായി. എഴുതി വെച്ചോണം, എഴുതി വെച്ചോണം. ഒരുത്തനും എടുക്കാത്ത കേസ് യേശു എടുക്കും. കൊണ്ടുവാ നിന്റെ വിഷയം കർത്താവിന്റെ അടുത്ത് കൊണ്ടുവാ. നിന്റെ വിഷയം യേശുവിന്റെ അടുത്ത് കൊണ്ടുവാ. നിനക്ക് നേരിടാൻ കഴിയാത്ത വിഷയം യേശു കർത്താവ് അത് തീർക്കും. മുതൽ മുഴുവൻ വൈദ്യന്മാർക്ക് കൊടുത്ത് ചികിത്സിച്ചിട്ടും വീടും പറമ്പും എഴുതി വിറ്റിട്ടും അല്പം പോലും ഭേദം വരാത്ത ഈ സ്ത്രീയെ ഇനി ആർക്ക് വിടുവിക്കാൻ കഴിയും? കർത്താവ് ഹാൻഡിൽ ചെയ്തോ? ഇതാ പള്ളിപ്രമാണി യേശുവിന്റെ കാൽക്കൽ വീണ് കിടന്ന് പറയുകയാണ്, മാസ്റ്റർ, ഗുരു, നീ എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ കുഞ്ഞിനെ സൗഖ്യമാക്കണം. മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ വീട്ടിനകത്തുനിന്ന്
ആളുകൾ വന്ന് പറയുകയാണ് പള്ളിപ്രമാണിയോട്, ഇനി ഗുരുവിനെ അസഹ്യപ്പെടുത്തണ്ട, പ്രാർത്ഥിച്ചതൊക്കെ നിർത്തിക്കോ, പ്രാർത്ഥനയൊന്നും ഫലിച്ചില്ല, നിന്റെ കൊച്ചു മരിച്ചുപോയി. പെട്ടെന്ന് വീട്ടിൽ വാ, ശവടക്കിനുള്ള കാര്യങ്ങൾ ചെയ്യാൻ നോക്ക്. ഇത് പള്ളിപ്രമാണിയോട് വീട്ടിൽ നിന്ന് ആളുകൾ വന്ന് പറയുമ്പോൾ കൊച്ചു മരിച്ച മരണവാർത്ത യേശു കാര്യാക്കാതെ, നമ്മളൊക്കെ തകർന്നു പോകുന്ന, ഞെട്ടിപ്പോകുന്ന, അയ്യോ എന്ന് വിളിച്ചു പോകുന്നിടത്ത് അതിനെയും അവൻ നിസ്സാരമായി കാരണമെങ്കിൽ മരണത്തിന് മുകളിലവൻ. മരണത്തിന് മുകളിലാണവൻ, മരണത്തിനും മുകളിലാണവൻ. ആ നസ്രായന്റെ മകൻ, ആ നസ്രായന്റെ അപ്പോസ്തലൻ ഒരിക്കൽ വിളിച്ചു പറഞ്ഞു, മരണമേ നിന്റെ ജയം എവിടെ? മരണമേ നിന്റെ വിഷമുള്ളവിടെ? എല്ലാ മനുഷ്യനും പേടിക്കുന്ന മരണത്തെ പോലും കാര്യമാക്കാത്തൊരു കൂട്ടമുണ്ടെങ്കിൽ, അതിനകത്തും ജയമുള്ള ഒരു കൂട്ടമുണ്ടെങ്കിൽ ഇവിടെ ഇരുന്ന് കൈയടിക്കുന്ന ഈ കൂട്ടമാണെന്ന് തിരിച്ചറിയാം. ലോകം മുഴുവൻ ഏറ്റവും കൂടുതൽ കാര്യമാക്കുന്ന, വളരെ സീരിയസ് ആയി കേൾക്കുന്ന, കാണുന്ന, ചങ്കത്ത് കൈവെക്കുന്ന, ഞെട്ടുന്ന, അത്ഭുതപ്പെടുന്ന, അയ്യോ എന്ന് വിളിക്കുന്ന വിഷയത്തെയും യേശു കാര്യമാക്കിയില്ലെങ്കിൽ അവന്റെ അധികാരം എന്നാന്നുള്ളത് ഇവിടെ ഇരിക്കുന്നവർ തിരിച്ചറിയണം. യേശു ആ വാക്ക് കാര്യാക്കാതെ പള്ളിപ്രമാണിയോട്, കാരണം ഇത് വീട്ടിൽ നിന്ന് വന്നവനോടുള്ള മെസ്സേജ് അല്ല. വീട്ടിൽ നിന്ന് വന്നവൻ ഒരു ഇൻഫർമേഷൻ ആണ് കൊടുത്തത്, നിന്റെ കൊച്ചു തീർന്നു പോയെന്ന്. പക്ഷേ പള്ളിപ്രമാണി ആ ഇൻഫർമേഷന്റെ നടുവിൽ പല ഇൻഫർമേഷനും കേട്ടിട്ടല്ലേ ഡൗൺ ആയി ഇവിടെ വന്ന് കുത്തിയിരിക്കുന്നത്. നിനക്കൊരു റെവലേഷൻ തരാം, ഭയപ്പെടണ്ട. നിനക്കൊരു റെവലേഷൻ ദൈവം തരുന്നു. നീ വിശ്വസിക്കാമെങ്കിൽ, നീ വിശ്വസിക്കാമെങ്കിൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ആർത്തു വിളിക്കുന്ന തിരമാലകളും വീശിയടിക്കുന്ന കൊടുങ്കാറ്റും എന്നെ അനുസരിക്കുമോ? ഇല്ല. എനിക്കതിനെ ഡീൽ ചെയ്യാൻ പറ്റുമോ? ഇല്ല. എന്റെ വാക്കത് കേൾക്കുവോ? ഇല്ല. പ്രകൃതിയുടെ പ്രതിഭാസങ്ങൾ പോലും എനിക്ക് വിരോധമാകുമ്പോൾ എൻ്റെ ദൈവത്തിന്റെ പ്രത്യേകത, പ്രകൃതിക്ക് പോലും അവന്റെ ശബ്ദം മനസ്സിലാകും. കാരണം അവൻ പ്രപഞ്ചത്തിന്റെ ഉടയവനാണ്. ചെങ്ങല കൊണ്ട് കെട്ടിയാൽ ചെങ്ങല പൊട്ടിക്കുന്ന, സെല്ലിനകത്തടച്ചാൽ സെല്ല് പൊളിക്കുന്ന, ആർക്കും അവനെ അടക്കുവാൻ, കൈകാര്യം ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ, കല്ലറയിൽ കിടന്നുറങ്ങുന്ന, വസ്ത്രം ധരിക്കാത്ത, കല്ലുകൊണ്ട് ശരീരം ചതയ്ക്കുന്ന ഈ ചെറുപ്പക്കാരനെ ഇനി ആർക്കും രൂപാന്തരപ്പെടുത്താൻ കഴിയും? 12 കൊല്ലം മുതൽ മുഴുവൻ എഴുതി വിറ്റ് ചികിത്സിച്ചിട്ടും ഒട്ടും ഭേദം വരാത്ത ഈ സഹോദരിയെ ഇനി ആർക്ക് സൗഖ്യമാക്കാൻ കഴിയും? മരിച്ചു പെട്ടിക്കകത്ത് വെച്ച കുട്ടിയെ, മരിച്ചു പെട്ടിക്കകത്ത് അടക്കാൻ വെച്ചിരിക്കുന്ന കൊച്ചിനെ വീട്ടിൽ ചെന്ന് കൈപിടിച്ച് പെട്ടിക്കകത്ത് എഴുന്നേൽപ്പിക്കാൻ ആർക്ക് കഴിയും? ആർക്ക് കഴിയും? ഈ പറഞ്ഞതും വായിച്ചതും പ്രസംഗിച്ചതും ഒക്കെ ചരിത്രമാണെങ്കിൽ, ഈ സ്ഥലങ്ങളും സംഭവ ഇടങ്ങളും ഇന്നും നിലകൊള്ളുന്നെങ്കിൽ, ഈ ദൈവം ഇന്നും ജീവിക്കുന്നെങ്കിൽ, ഈ പ്രവൃത്തി ഇനിയും തുടരും. വിശ്വസിക്കുന്നവരൊന്ന് കരമടിച്ച്, ഈ പ്രവൃത്തി ഇനിയും ഉണ്ടാവും. വിശ്വസിക്കാവോ? നിങ്ങളുടെ കാര്യം നിങ്ങൾക്കറിയാം. ബ്രദറെ, പാസ്റ്ററെ, എനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത
എൻ്റെ കുഞ്ഞിൻ്റെ വിഷയം, എൻ്റെ വ്യക്തിപരമായ സ്വഭാവം, എൻ്റെ ശുശ്രൂഷ, എൻ്റെ സാമ്പത്തികം, എനിക്ക് ആ വിഷയത്തിൽ എനിക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് വേണ്ടി കർത്താവേ നീ ഒന്ന് എഴുന്നേൽക്കണേ. എൻ ജീവിതം മാറും, ഒരു വാക്കു നീ പറഞ്ഞാൽ എൻ നിറവുകളും മാറും. ഒരു വാക്കു നീ പറഞ്ഞാൽ എൻ ജീവിതം മാറും. ഒരു വാക്കു നീ പറഞ്ഞാൽ എൻ നിറവുകളും മാറും. ഒരു വാക്കു നീ പറഞ്ഞാൽ, നീ പറഞ്ഞാൽ ദീനം മാറും. നീ പറഞ്ഞാൽ മരണം മാറും. നീ പറഞ്ഞാൽ ദീനം മാറും. നീ പറഞ്ഞാൽ മരണം മാറും. യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ? യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ? ആ ഉറപ്പുള്ള എത്ര പേര് ഇതിനകത്തുണ്ട്? നന്നായിട്ട് രണ്ട് കൈകളൊന്ന് അടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. രണ്ട് കരങ്ങളും അടിച്ച് ശബ്ദം ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞ്. ആ ഉറപ്പുള്ള ദൈവമക്കൾ മാത്രം, ആ ഉറപ്പുള്ള ദൈവമക്കൾ മാത്രം. ഒരു വാക്കുമതി, എനിക്കത് മതിയേ. ഒരു വാക്കുമതി, എനിക്കത് മതിയേ. ഒരു വാക്കുമതി, എനിക്കത് മതിയേ. അസാധ്യമൊന്നും നിന്നിൽ ഞാൻ കാണുന്നില്ലേ. അധികാരത്തിൽ നിന്നെ പോരാറുമില്ലേ. അസാധ്യമൊന്നും നിന്നിൽ ഞാൻ കാണുന്നില്ലേ. അധികാരത്തിൽ നിന്നെ പോരാറുമില്ലേ. എൻ ജീവിതം മാറും, ഒരു വാക്കു നീ പറഞ്ഞാൽ എൻ നിറവുകളും മാറും. ഒരു വാക്കു നീ പറഞ്ഞാൽ എൻ ജീവിതം മാറും. ഒരു വാക്കു നീ പറഞ്ഞാൽ എൻ നിറവുകളും മാറും. ഒരു വാക്കു നീ പറഞ്ഞാൽ, നീ പറഞ്ഞാൽ ദീനം മാറും. നീ പറഞ്ഞാൽ മരണം മാറും. നീ പറഞ്ഞാൽ ദീനം മാറും. നീ പറഞ്ഞാൽ മരണം മാറും. യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ? യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ? ഒരു വാക്കു മതി, എനിക്കത് മതിയേ. ഒരു വാക്കു മതി, എനിക്കത് മതിയേ. ഒരു വാക്കു മതി, എനിക്കത് മതിയേ. ഒരു വാക്കു മതി, യേശു ചെയ്തിടുമേ. യേശു എന്തും ചെയ്തിടുമേ. അവൻ അത്ഭുതവാനാണ്. യേശു എന്തും ചെയ്തിടുമേ. അവൻ അതിശയവാനാണ്. യേശു എന്തും ചെയ്തിടുമേ. അവൻ അത്ഭുതവാനാണ്. യേശു എന്തും ചെയ്തിടുമേ. യേശു എന്തും ചെയ്തിടുമേ. Shaddai Ministry Jesus is Alive Global Worship Center, Dallas, Texas presents Prophetic and Deliverance Breakthrough Night. To the Holy Spirit, our God has overcome. Ministered by Pastor Tinu George. And evermore will be. Worship led by Danny Tack. Name I believe. On July 26th to 27th from 6 p.m. to 9 p.m. at 2115 N Denton DR, Carlton, Texas 75006. For more details, call 2144-363-778. Far beyond what hearts imagine, ears have heard or eyes have seen.
Thy Ministry Jesus is Alive Global Worship Center USA presents Prophetic and Deliverance Breakthrough Night. Ministered by Pastor Tinu George. Worship led by Emmanuel Cabin on August 15th to 16th from 6 p.m. to 9 p.m. at 5806 Springfield Boulevard, Oakland Gardens, New York, 11364. I'm covered by the blood of Jesus. For more details, call +1 516 737 3679 or 5877 273.